ഉപഭോക്താക്കളെ വട്ടം കറക്കി മാനന്തവാടിയിലെ HP ഗ്യാസ് ഏജൻസി EKYC നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്യണമെന്ന അവ്യക്ത അറിയിപ്പാണ് ഉപഭോക്താക്കൾക്ക് ദുരിതമായത്. വാർഡുകളിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ മെസ്സേജ് ലഭിച്ചതോടെ മീനങ്ങാടി ശിശുഭവനിൽ രാവിലെ തന്നെ എത്തിയത് നൂറുകണക്കിന് ഉപഭോക്താക്കൾ. ആവശ്യമായ സൗകര്യമില്ലാതെയും കൃത്യതയുമില്ലാത്ത അറിയിപ്പോടെയും തങ്ങളെ വിളിച്ചു വരുത്തിയതിൽ പ്രതിഷേധവുമായി ഉപഭോക്താക്കൾ. മീനങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള HP ഗ്യാസ് ഉപഭോക്താക്കൾക്ക് ബത്തേരിയിലെ ഗ്യാസ് ഏജൻസിയിൽ നിന്നാണ് ഗ്യാസ് എത്തിച്ചു നൽകിയിരുന്നത്. ഇടക്കാലം കൊണ്ട് ബത്തേരിയിൽ നിന്നുള്ള ഗ്യാസ് വിതരണം താറുമാറായതോടെ പ്രദേശത്ത് പ്രതിഷേധവും പതിവായിരുന്നു. ഇതേ തുടർന്നാണ് സുൽത്താൻ ബത്തേരി നഗരസഭയിലെയും മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിലെയും ചില പ്രദേശങ്ങളിലെ ഉപഭോക്താക്കളെ മാനന്തവാടിയിലുള്ള ഏജൻസിയിലേക്ക് അറിയിപ്പില്ലാതെ മാറ്റിയതായി പറയുന്നത്. EKYC നിർബന്ധമായും ചെയ്യണമെന്ന ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൽ നിന്നുള്ള അറിയിപ്പിൻ പ്രകാരം ഓരോ ഉപഭോക്താവിന്റെയും ആധാർ ഫേസ് കാർഡ് ചെയ്യുന്നതിനായാണ് മാനന്തവാടിയിലെ PMJ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് HP ഗ്യാസ് ഏജൻസി വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത ദിനങ്ങളിലായി ക്യാമ്പ് വച്ചത്. ക്യാമ്പിനായി പുറപ്പെടുവിച്ച നോട്ടീസിൽ മാനന്തവാടിയിലെ ഗ്യാസ് ഏജൻസിയിലെ ഉപഭോക്താക്കൾ എന്ന് വ്യക്തമാക്കിയിരുന്നില്ല. ഇതിനാൽ തന്നെ ബത്തേരി HP ഗ്യാസ് ഏജൻസിയിലെ നൂറുകണക്കിന് ഉപഭോക്താക്കളടക്കം മീനങ്ങാടി ശിശുഭവനിൽ സംഘടിപ്പിച്ച ക്യാമ്പിലേക്ക് രാവിലെ മുതൽ ഒഴുകിയെത്തുന്ന സാഹചര്യമായിരുന്നു. സുൽത്താൻ ബത്തേരിയിൽ നിന്നും വന്നുകൊണ്ടിരുന്ന ഗ്യാസ് ആളുകൾ പോലും അറിയാതെ അത് മാനന്തവാടിയിലേക്ക് മാറി എന്ന് പിന്നീട് ഒരു മെസ്സേജാണ് വന്നുള്ളത്. ഇപ്പോൾ ശരിക്കും എവിടെ നിന്നാണ് നമുക്ക് ഗ്യാസ് വരുന്നതെന്ന് ആർക്കും തന്നെ അറിയില്ല. എല്ലാവരും ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നു, ഗ്യാസ് വരുന്നു. പക്ഷേ ഇന്നത്തോടു കൂടി നമ്മുടെ ഈ പഞ്ചായത്ത് പരിധിയിലുള്ള ആളുകളുടെ സമയം അവസാനിക്കുകയാണെന്ന് ഇനി ഇത് ചെയ്യണമെങ്കിൽ മാനന്തവാടി പോകണമെന്നുള്ള അറിയിപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ജനങ്ങളെ ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഇവിടെ വലിയ ജനക്കൂട്ടമാണ്. ഇതൊരു ശരിയായ നിലപാടല്ല, ഇത് പ്രതിഷേധാർഹമാണ്. ഇതിന് കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടാവണം. ആ തീരുമാനത്തിനൊപ്പം വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ. വളരെയേറെ ഉപഭോക്താക്കളുള്ള പ്രദേശത്ത് നടത്തിയ ക്യാമ്പിൽ EKYC ചെയ്യുന്നതിനായി ഒരുക്കിയത് നാമമാത്ര സൗകര്യം മാത്രമായിരുന്നു. ഇതും കൂടുതൽ പ്രതിഷേധങ്ങൾക്കിടയാക്കി. ക്യാമ്പിലൂടെ EKYC നടത്താത്തവർ പിന്നീട് മാനന്തവാടിയിലെ ഗ്യാസ് ഏജൻസിയിൽ നേരിട്ടെത്തി അത് പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമാണ് നോട്ടീസിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, മീനങ്ങാടി.